അപ്പോൾ എൻ്റെ ഒരു സൺഡേ ആണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. കാലത്തെ 6 മണിക്ക് എണീച്ച് ഉപ്പുമാവും ചായയൊക്കെ ഉണ്ടാക്കി ഞാനത് കഴിഞ്ഞ് ആമിക്ക് പോകണ്ടല്ലോ, ആമി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ ഈ പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആമി 2 വട്ടം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ആമി ദാ ഇങ്ങോട്ട് വന്നൊരു കസേര ഇട്ടി സ്ലാവിൻ്റെ മണ്ടയിൽ കയറി കിടപ്പാണ്. ഇത് മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ ഇവിടെ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് കേട്ടോ. അവൾ വിളിക്കുമ്പോൾ ഞാൻ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളിടത്ത് വന്ന് അവൾ ഈ കിടപ്പ് കിടക്കും. അപ്പം ഞാൻ അവളെ ചെന്ന് സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെ കൊടുത്ത് നല്ല 2 വർത്താനമൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ എണീച്ച് പല്ല് തയ്ക്കാനൊക്കെ പൊയ്ക്കോളും. പക്ഷേ അതവൾക്ക് മസ്റ്റാണ് കേട്ടോ. അല്ലാതെ അവൾ എണീക്കുന്ന പരിപാടിയൊന്നുമില്ല. ചില ദിവസങ്ങളിൽ മാത്രമേ അങ്ങ് ചാടി എണീച്ച് വരത്തുള്ളൂ. അതിനിടയ്ക്ക് അങ്ങനെ ചച്ചു അങ്ങനെ അതുവഴി പോയാൽ അന്ന് അവൻ്റെ കഷ്ടകാലം തുടങ്ങിയാണ്. അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് ഒരു ചെറിയ സ്വർഗ്ഗമാണ് കേട്ടോ. എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സ്വർഗ്ഗം എവിടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ വീട് തന്നെയാണ് കേട്ടോ. എൻ്റെ മക്കളും ഞാനും എൻ്റെ ഹസ്ബൻഡും അടങ്ങുന്ന ഒരു കുടുംബമാണ് എൻ്റെ ഒരു സ്വർഗ്ഗം എന്ന് പറയുന്നത്. ഈ സന്തോഷവും സമാധാനവും ദൈവം എന്നും തരണേന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ.